ഇനി ഈ ബസ്സിലെ ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവം, അതിൽ കുടുംബത്തിന്റെ ആരോപണമൊക്കെ നമ്മൾ ഇന്നലെ കേട്ടു. കേസെടുത്തു, കുടുംബത്തിന്റെ മൊഴിയൊക്കെ എടുത്തു. ഇപ്പം ഈ കേസിൽ പ്രതിയായ യുവതിയില്ലേ, യുവതിക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ് പോലീസ്. കോഴിക്കോട് സ്വദേശിയായ ഷിംജിത ഒളിവിലെന്നാണ് സൂചന. ഷിംജിതയുടെ മൊബൈൽ ഫോൺ കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട് പോലീസ്. അന്വേഷണ സംഘം സൈബർ സെല്ലിന്റെ സഹായവും തേടിയിട്ടുണ്ട്. ബെൻസൺ ബാബു വിവരങ്ങളുമായി കോഴിക്കോട് നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ബെൻസൺ, ഗുഡ് മോർണിംഗ്. ദീപകിന്റെ മരണം ഒരു കുടുംബത്തെ മാത്രമല്ല, ഒരു നാടിനെ ഒന്നാകെ ഉലച്ച സംഭവമാണ്. കുടുംബം തുടക്കം മുതൽ തന്നെ പോലീസിനെതിരെ അടക്കം പറയുന്നുണ്ട്. അവരുടെ സങ്കടം അത്രമേലാണ്. ഇന്നലെ ഈ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തു. ഈ ഷിംജിതയെക്കുറിച്ച് എന്തെങ്കിലും സൂചന ലഭിക്കുന്നുണ്ടോ? എന്ന് മുതലാണ് ഇവരെ കാണാതാകുന്നത്? വിവരങ്ങളൊക്കെ എങ്ങനെയാണ്? എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ബെൻസ? സേതുലക്ഷ്മി, ഗുഡ് മോർണിംഗ്. ദീപക് സ്വയം ജീവനൊടുക്കിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ ആദ്യഘട്ടത്തിൽ പോലീസ് രേഖപ്പെടുത്തിയത് അസ്വാഭാവിക മരണത്തിനുള്ള കേസായിരുന്നു. എന്നാൽ അത് അത്തരത്തിൽ പോരാ, ഈ യുവതിക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ കുടുംബം, ദീപകിന്റെ മാതാവും പിതാവും അതോടൊപ്പം തന്നെ മറ്റ് ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ചേർന്ന് പോലീസ് കമ്മീഷണർക്ക് ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് കൈമാറുകയായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ദീപകിന്റെ വീട്ടിലെത്തി ദീപകിന്റെ മാതാപിതാക്കളുടെയും സുഹൃത്തുക്കളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. അത് മാത്രമല്ല, ഇന്നലെ വൈകിട്ടോടുകൂടി തന്നെ ഈ പ്രതിയായിട്ടുള്ള യുവതിയുടെ വീട്ടിലെത്തിയും യുവതിയുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിരുന്നു. അതിനുശേഷം മുതലാണ് ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ യുവതിയെ കാണാതായത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒളിവിൽ പോയത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസിൽ ഏറ്റവും നിർണായകമായത് ഈ യുവതിയുടെ പക്കലുള്ള മൊബൈൽ ഫോണാണ്. ആ മൊബൈൽ ഫോണിൽ നിന്നും ഈ ദൃശ്യങ്ങൾ പോലീസിന് കണ്ടെത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, ഈ മൊബൈൽ ഫോണിൽ നിന്നുമാണ് ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഈ യുവതി പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിലവിൽ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അത് ഒഴിവാക്കപ്പെട്ട നിലയിലാണുള്ളത്. അപ്പോൾ സൈബർ സെല്ലിന്റെ സഹായത്തോടെ അവയിലും പരിശോധന നടത്തേണ്ടതുണ്ട്. അപ്പോൾ ഈ മൊബൈൽ ഫോൺ കണ്ടെത്തുക എന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള അന്വേഷണമാണ് പോലീസ് ആരംഭിച്ചിട്ടുള്ളത്. ഈ പെൺകുട്ടിയെ, യുവതിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കത്തിലേക്ക് പോലീസ് കടക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കിയതോടുകൂടിയാണ് ഈ യുവതി നിലവിൽ ഒളിവിൽ പോയിട്ടുള്ളത്. BNS 108 പ്രകാരം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് ഈ യുവതിക്കെതിരെ നിലവിൽ കേസെടുത്തിട്ടുള്ളത്. അതിന്റെ തുടർ നടപടികൾ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കുടുംബം സൂചിപ്പിച്ചതുപോലെ തന്നെ യാതൊരു വിധത്തിലുള്ള ലൈംഗികാതിക്രമവും ഈ പെൺകുട്ടിക്കെതിരെ ഈ ബസ്സിൽ വെച്ച് ദീപക് നടത്തിയിട്ടില്ല എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ അതിൽ ഉറച്ചു നിൽക്കുകയാണ് കുടുംബം. അത് തന്നെയാണ് പരാതിയായി നൽകിയിട്ടുള്ളത്. എന്നാൽ ഇന്നലെ പോലീസ് മൊഴിയെടുത്തപ്പോൾ ഈ യുവതി അത്തരത്തിലല്ല, തനിക്കെതിരെ ലൈംഗികാതിക്രമം ഉണ്ടായിട്ടുണ്ട് എന്ന മൊഴിയിൽ യുവതിയും ഉറച്ചു നിൽക്കുന്നു. പക്ഷേ അത് തെളിയിക്കുന്നതിനാവശ്യമായ, സാധൂകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് കൈമാറാൻ യുവതിക്ക് സാധിച്ചിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലെല്ലാം തന്നെ പോലീസിന്റെ കൃത്യമായിട്ടുള്ള അന്വേഷണം ഇന്ന് നടക്കും. അപ്പോൾ ഈ യുവതിയെ കണ്ടെത്തേണ്ടതുണ്ട്, യുവതിയുടെ മൊബൈൽ ഫോൺ കണ്ടെത്തേണ്ടതുണ്ട്. ആ മൊബൈൽ ഫോണിലാണ് ഏറ്റവും നിർണായകമായ തെളിവുകൾ ഉള്ളത്. സേതുലക്ഷ്മി. ഓക്കെ, ശരി ബെൻസൺ.